നമസ്കാരം. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏതു നിമിഷവും വരാം എന്നുള്ളതാണ് അവസ്ഥ. തർക്കം തുടരുന്നതിനാൽ കണ്ണൂരും കോന്നിയും ഒഴിവാക്കി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ഉള്ള സൂചന. കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുകയാണ്. കണ്ണൂരിൽ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മത്സരിക്കാൻ അവസരമില്ലെങ്കിൽ മറ്റ് തീരുമാനങ്ങളിലേക്ക് എന്ന കടുത്ത സമ്മർദ്ദമാണ് ഹൈക്കമാൻഡിന് മുൻപിൽ ഉള്ളത്. മറ്റു ചില സീറ്റുകളിൽ കൂടി അന്തിമമായി സമവായം ആകാനുണ്ട്. ഒരേ മണ്ഡലത്തിൽ തന്നെ രണ്ട് സ്ഥാനാർത്ഥികൾ റോഡ് ഷോയും പോസ്റ്ററും ഒക്കെ തീരുമാനിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ കാര്യങ്ങളെത്തി. ഇനി അന്തിമമായ പട്ടികയുടെ പ്രഖ്യാപനം എന്നുള്ളത് ഇന്ന് രാത്രി തന്നെ ഉണ്ടായേക്കാം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എപ്പോഴാകും? ചർച്ചയിൽ ഡോക്ടർ ജി ഗോപകുമാർ, രാഷ്ട്രതന്ത്ര വിദഗ്ധനാണ് അദ്ദേഹം. ശ്രീ സജീവൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ശ്രീ കെ എസ് അരുൺകുമാർ, CPM. ശ്രീ വസന്ത് തെങ്ങുപള്ളി, കോൺഗ്രസ്. ശ്രീ ഷിബു മീരാൻ, മുസ്ലിം ലീഗ് എന്നിവർ ചേരുന്നു. ആദ്യം ഡോക്ടർ ഗോപകുമാർ, CPM-ന്റെയും CPI-യുടെയും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസമാണ്. കോൺഗ്രസിന്റെ ഫൈനൽ ലിസ്റ്റ് ആവുന്നില്ല. 37 സ്ഥാനാർത്ഥികൾ ഇനിയും വരാനുണ്ട്. നമുക്കറിയാം, ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇനി 23 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നിരിക്കെ കോൺഗ്രസ് ഈ ചെയ്യുന്നത് വടിക്കൽ കലമുടയ്ക്കുന്നതിന് തുല്യമാണോ? അല്ല, വൈകിക്കുന്നതിന് ഒരു ന്യായവും കാണുന്നില്ല. തിരഞ്ഞെടുപ്പ് വരുന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. അതാത് മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചെങ്കിലും ഹോംവർക്ക് ചെയ്യാതെയൊന്നുമല്ല ഇത് ചെയ്തത്. ഇതിനകത്ത് അടിസ്ഥാനമായിട്ട് വന്ന പ്രശ്നം MP-മാർ MLA-മാരാകാനും മന്ത്രിയാകാനും ഒക്കെ കാണിച്ച താല്പര്യമാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. അമിത ആത്മവിശ്വാസവും ഒരുപക്ഷെ ആ വഴിയിലേക്ക് നയിച്ചേക്കാം. നയപരമായൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നാണ് സതീശൻ പറഞ്ഞത്. എന്തായാലും MP-മാർക്ക് അവസരം കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ അത് എത്രത്തോളം ശക്തമാണെന്ന് നമുക്കറിയില്ല. അത് കുറച്ചൊക്കെ കണ്ണൂരിലെങ്കിലും അത് മാറ്റം വന്നേക്കാം. കണ്ണൂരിലെങ്കിലും മാറ്റം. അപ്പോൾ അടൂർ മിണ്ടാതിരിക്കുമോ? ഒരു സമയത്ത് 9 MP-മാർ താല്പര്യം കാണിച്ചു. വാസ്തവത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് പഞ്ചായത്തിലായാലും ഡിസ്ട്രിക്ട് പഞ്ചായത്തിലായാലും MLA സ്ഥാനത്താണെങ്കിലും MP സ്ഥാനത്ത് ഇതിനൊക്കെ തരാതരമായിട്ട് സീനിയോറിറ്റി ഉള്ള ലീഡേഴ്സ്, കഴിവുള്ള ലീഡേഴ്സ്, വനിതകളുടെ ഇതൊക്കെ നേരത്തെ കുറച്ച് ഹോംവർക്ക് ചെയ്ത് വെക്കേണ്ടത്. എല്ലാത്തിനും ഇവരേ ഉള്ളൂ. MP MLA ആണ് MLA. ഇത് കസേരകളിയല്ലേ, ഒരു മ്യൂസിക്കൽ ചെയറല്ലേ, ഒരു നല്ലൊരു കീഴ്വഴക്കമല്ല. അതല്ലെങ്കിൽ പാർട്ടിയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല ലീഡർഷിപ്പിൻ്റെ എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ കോൺഗ്രസ് ചെയ്തു തുടങ്ങിയത് ഇന്നലെ മുമ്പും MP-മാരെ MLA ആക്കിയിട്ടുണ്ട്, MLA-മാരെ MP ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രത്തോളം ഡിമാൻഡ് 9 പേര് 15 പേര് ജയിച്ചതിൽ 9 പേര് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ പാർലമെൻറ്റ് മെമ്പറാകുമ്പോൾ രാജ്യത്ത് കിട്ടുന്ന ഒരു അംഗീകാരവും സ്ഥാനവും അതൊക്കെ കളഞ്ഞ് കൊച്ചു കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയോ മന്ത്രിയാവണമെന്ന് ഇത് കൗതുകം തോന്നുന്നു. അതേസമയം പാർട്ടിയുടെ ലീഡർഷിപ്പ് റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനെയല്ല നടക്കേണ്ടത്. കേഡർ പാർട്ടി അല്ല എന്നറിയാം, എന്നാലും ഇത്രയും പോകരുത്. ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലല്ലോ. എന്തായാലും കോൺഗ്രസ് MP-മാരെ സംബന്ധിച്ച് അങ്ങനെ വേണം കരുതാൻ. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, 37 സീറ്റിലെ പട്ടിക നമ്മൾ ഈ രാത്രിയിലും കാത്തിരിക്കുകയാണ്. ആ മണ്ഡലങ്ങളിലൊക്കെ എതിർ സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി, 2 റൗണ്ട് റോഡ് ഷോയും കഴിഞ്ഞു. അപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുകയാണ്. ഇനി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുള്ള മണ്ഡലങ്ങളിലാവട്ടെ പൊട്ടലും ചീറ്റലുകളാണ്. ഇന്ന ആൾ ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്നു. പലയിടത്തും കോൺഗ്രസ്സുകാർ റിബലുകളാകാൻ ഒരുങ്ങുന്നു. ഘടകകക്ഷിക്ക് കൊടുത്ത മണ്ഡലങ്ങളിലടക്കം ഇങ്ങനെയാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മസ്റ്റ് വിൻ ആണ്, ഡു ഓർ ഡൈ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തരത്തിലാണോ ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്? അത്ഭുതമാണ്. ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ ഗ്രാൻഡ് ഓൾഡ് ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും തർക്കങ്ങളില്ലാതെ, ജനാധിപത്യപരമായ സംസാരങ്ങളില്ലാതെ, ഡിബേറ്റുകളില്ലാതെ, ഒന്നിലേറെ സ്ഥാനാർത്ഥികളെ പരിഗണിക്കാതെ പട്ടിക പ്രഖ്യാപിച്ചത് അങ്ങ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസ് എന്തെങ്കിലും ആദ്യം സ്ഥാനാർത്ഥി പട്ടികയുമായി മുമ്പോട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ അവസാന ദിവസം സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്? ആ ദിവസം വന്നാൽ സ്ഥാനാർത്ഥി. ഇനി ശ്രീ അഭിലാഷ്, അങ്ങയോട് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന, അങ്ങ് കേരളത്തിലെ വോട്ടർമാരെ വെറുതെ ചെറുതായി കാണരുത്, അവരെ കുറച്ച് കാണരുത്. ഈ റോഡ് ഷോയുടെ പളപളപ്പും അവിടെ കാണുന്ന പാട്ടിൻ്റെ ഓളവും ഒക്കെ കേട്ടാണോ ജനം വോട്ട് ചെയ്യുക? അവരെ നേരിട്ട് ബാധിച്ച പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി. അതിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ പെൻഷൻ മുതൽ റേഷൻ അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അതിൽ തർക്കമൊന്നുമില്ല. ജനങ്ങൾ ഈ പ്രചരണത്തിന്റെ മേളം കണ്ടല്ല വോട്ട് ചെയ്യുന്നത്. ഞാൻ അതിനോട് യോജിക്കാം. പക്ഷേ ശ്രീ വസന്ത്, സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാത്തവരാണോ ഒരു നാടിന്റെ പ്രശ്നങ്ങൾ തീർക്കുന്നത് എന്നും ജനങ്ങൾ ആലോചിക്കാം. എത്ര ഘടനാപരമായി എത്ര നല്ല നിലയിലാണ് നിങ്ങളുടെ സംവിധാനം എന്നൊരു ചോദ്യം കൂടി ഈ സംവിധാനങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. മറുവശത്തൊരു ലീഡറുണ്ട്. ഇവിടെ ലീഡർമാരുടെ പടയാണ്, എല്ലാവർക്കും ആകണമെന്ന ആഗ്രഹമാണ്. അപ്പോൾ ആളുകൾ ആ നിലയ്ക്ക് കൂടി വിലയിരുത്തില്ലേ? മറുവശത്ത് ലീഡർ ഉണ്ടായിട്ട് എന്താ പ്രയോജനം?
ഇലക്ഷൻ പ്രഖ്യാപിച്ച ആദ്യ മണിക്കൂറിൽ വന്ന CPM-ന്റെ ലിസ്റ്റിൽ കള്ളനുണ്ട്, കൊള്ളക്കാരനുണ്ട്, കൊലപാതകിയുണ്ട്. അങ്ങനെ വളരെ വൈവിധ്യമാർന്നൊരു ലിസ്റ്റാണ്. ജട്ടിക്കള്ളനും സ്വർണ്ണക്കൊള്ളക്കാരനും കൊലപാതക കേസിലെ പ്രതിയടക്കം ചേരുന്നതാണ് അവരുടെ ലിസ്റ്റ്, LDF-ന്റെ ലിസ്റ്റ്. ആ ലിസ്റ്റുമായിട്ടാണ് ജനങ്ങളുടെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. ജനം ചൂലുകൊണ്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത്ഭുതം എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഒരു ലിസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി, അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനും എൻ്റെ ആളും 41 കള്ളന്മാരെയും ചേർത്തുകൊണ്ട് ഒരു ലിസ്റ്റ് പ്രഖ്യാപിക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. ഒന്ന് ഇവരെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് MLA-മാരാണ്. ആ സിറ്റിംഗ് MLA-മാരെ അങ്ങ് പ്രഖ്യാപിച്ചാൽ മതി. അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് പോലും ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇലക്ഷൻ പ്രഖ്യാപനത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ വളരെ അത്ഭുതാവഹമായ രീതിയിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ CPM-നെതിരായി എതിർ ശബ്ദമില്ലാത്ത ജില്ലയുണ്ടോ? അങ്ങ് പറ. തിരുവനന്തപുരത്തില്ലേ, കൊല്ലത്തില്ലേ, കോട്ടയത്തില്ലേ, ആലപ്പുഴയിലില്ലേ, എറണാകുളത്തില്ലേ, അങ്ങനെ തുടങ്ങി കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും CPM-ന് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ എതിർ ശബ്ദങ്ങൾ, വിമത സ്ഥാനാർത്ഥികൾ ഇല്ലേ? ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് MLA-മാരോ മുൻ MLA-മാരോ ഒന്നുമില്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവരുടെ കൂട്ടത്തിലോ MLA-മാർ, മുൻ MLA-മാർ, മന്ത്രിമാർ, മുൻ മന്ത്രിമാർ അടക്കമുള്ളവർ അവരെ വിമത സ്ഥാനാർത്ഥികളാകുകയാണ്. അവരുടെ പാളയം വിട്ടുപോകുകയാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം? ഒരു 10 സെക്കൻഡ്. അതിൻ്റെ പ്രശ്നം അങ്ങ് എന്നോട് ചോദിച്ച ഉത്തരമാണ്. ഇത് അപ്പുറത്തൊരു ലീഡറുണ്ട്, അവിടെ ഒരു ലീഡറേ ഉള്ളൂ, ഒരു ലീഡർ. അതായത് അവിടെ ഒരു ഏകാധിപതിയാണുള്ളത്. ആ ഏകാധിപതി പറയുന്നതിനപ്പുറത്തേക്ക് കമ എന്നൊരു അക്ഷരം മിണ്ടണ്ട എന്നുള്ളതാണ് നിലപാട്. ഏറ്റവും വലിയ ജനകീയയാണ് എന്ന് ഇവർ തന്നെ പറയുന്ന KK ശൈലജയ്ക്ക് പോലും സീറ്റ് കിട്ടാൻ വേണ്ടി AKG സെന്ററിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിലപിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വിലപിച്ചിട്ട് പോലും അവർക്ക് കൊടുത്ത സീറ്റ് UDF-ന്റെ പൊന്നാപുരം കോട്ടയാണ്. മുമ്പ് അവർ തോറ്റ സ്ഥലമാണ്. ഏകാധിപത്യത്തിന്റെ കീഴിൽ അവരുടെ ലിസ്റ്റിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച വരെ തീവ്രത അളക്കാൻ നടന്ന നിങ്ങൾ ഒറ്റപ്പാലത്ത് ആരെയാണ് പിന്തുണയ്ക്കുന്നത്? ഇപ്പൊ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നുണ്ട്, എപ്പോഴും തല്ല് ചെണ്ടയ്ക്കും കാശ് മാരാർക്കുമാണ് എന്ന് പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ തല്ലുകൊള്ളാൻ നടക്കുന്നുണ്ട്. അപ്പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഉടനെ സ്ഥാനാർത്ഥിത്വം, സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിനെ പ്രശ്നമുള്ളൂ, അപ്പുറത്തുനിന്ന് വരുന്ന ആർക്കും സ്ഥാനാർത്ഥിത്വം കൊടുക്കാന്നൊക്കെയുള്ള അവസ്ഥയുണ്ട്. അങ്ങനെ 100,000 കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക്. പക്ഷേ ഇന്നത്തെ കോർ സബ്ജക്ട് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായി വരുന്നില്ല. പക്ഷേ അരുൺകുമാർ, ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, 3 ദിവസമായി എന്നുള്ളത് കൊണ്ട് എന്ത് വിശേഷം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സൈഡ്. കാരണം ഒന്ന് ജനങ്ങൾ അവരുടെ ചോയ്സ് ഇതിനോടകം തന്നെ മനസ്സിൽ കുറിച്ച് കാണും. ആളുകൾ ചിഹ്നത്തിനാണ് വോട്ട് ചെയ്യുന്നത്. സർക്കാർ മാറണോ വേണ്ടയോ എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഈ മണ്ഡലത്തിൽ ആര് എന്നുള്ളതിനേക്കാളും. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിമാരെ നേരത്തെ പ്രഖ്യാപിച്ചു എന്ന അഡ്വാൻറ്റേജിൽ വലിയ കാര്യമുണ്ടോ? ഇവിടെ കോൺഗ്രസിന്റെ പ്രതീതിക്ക് ഇത്തരത്തിൽ വിലപിക്കാനേ കഴിയൂ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPM-നുള്ളിൽ നടക്കുന്ന ചർച്ച, അതും അദ്ദേഹം തന്നെ പറയുകയാണ്. ഈ 2-3 ദിവസമായിട്ട് ഇവർക്ക് മറ്റൊന്നും പറയാൻ കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞങ്ങളുടെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആ ജാഥ തുടങ്ങുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പ്രഖ്യാപിച്ചത് LDF-ന്റെ നേതാക്കന്മാരല്ലല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ KPCC സെക്രട്ടറിയുമല്ലേ. അതിനുശേഷം പറഞ്ഞു, ആദ്യം ഞങ്ങൾ 33 വരെ പ്രഖ്യാപിക്കും, പിന്നെ 50 വരെ പ്രഖ്യാപിക്കും. ഈ ജാഥ എറണാകുളത്തെത്തുമ്പോഴേക്കും മുഴുവൻ ആളുകളെയും പ്രഖ്യാപിക്കും. എല്ലാം കഴിഞ്ഞ് ജാഥ തിരുവനന്തപുരത്ത് പോയി സമാപിച്ചു. ഒരു പ്രഖ്യാപനവും കണ്ടില്ല. എന്നിട്ട് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ, വിത്തിൻ 24 hours മുഴുവൻ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമെന്ന് പറഞ്ഞു. 24-ഉം കഴിഞ്ഞു, 48-ഉം കഴിഞ്ഞു, ഇതിപ്പോ 72 മണിക്കൂറും കഴിഞ്ഞ് 4-ാം ദിവസത്തിലേക്ക് കടന്നു. എവിടെയാണ് സ്ഥാനാർത്ഥികൾ? ഇപ്പൊ കൊച്ചിയില് 2 സ്ഥാനാർത്ഥി ഒരേപോലെ പോസ്റ്റർ അടിച്ച് ഇറങ്ങി പ്രചരണം ആരംഭിച്ചു എന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ അമ്പലപ്പുഴ MK ജോബ് കോൺഗ്രസ് വിട്ട് നിരവധി കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് കോൺഗ്രസ് ഇന്ന് രാജിവെച്ചു. അടൂര് ബാബു ദിവാകരൻ 2 ദിവസം മുമ്പ് രാവിലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ കോൺഗ്രസ് വിടില്ല എന്ന്. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ LDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ്. ഇവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് 3 ദിവസം മുമ്പ് വരെ KPCC-യുടെ നേതാവും അതുപോലെ തന്നെ പത്തനംതിട്ട DCC-യുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ബാബു ദിവാകരൻ ഇപ്പോൾ ഇവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ KPCC-യുടെ സെക്രട്ടറി തൊടിയൂർ രാമേന്ദ്രൻ കരുനാഗപ്പള്ളിയിൽ രാജിവെച്ച് പോയതായിട്ടുള്ള വാർത്ത വന്നു. കൊട്ടാരക്കരയിൽ രശ്മി കഴിഞ്ഞോണ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നത് ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. കോവളത്ത് കുട്ടനാട്ടിലെ DCC നേതാക്കന്മാരടക്കം 10 പേര് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു എന്നുള്ള വാർത്ത വരുന്നു. പുനലൂരിലെ ഭിന്നതയെക്കുറിച്ചുള്ള വാർത്ത വരുന്നു. ഇതൊന്നും ഞങ്ങൾ വാർത്തയാക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം വരുന്ന 1-2 ദിവസമായിട്ട് മാധ്യമങ്ങളിലടക്കം വരുന്ന വാർത്തയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് 4 മണിക്ക്, 4:30-ക്ക് CPI-യുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, 5 മണിക്ക് CPM-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, 5:30 ആയപ്പോഴേക്കും
മുഴുവൻ സ്ഥാനാർത്ഥികളുമായിട്ട് ഞങ്ങൾ റോഡ് ഷോ ആയിട്ട് രംഗത്തിറക്കി. കഴിഞ്ഞ 4 ദിവസമായിട്ട് ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നു. ആ നേട്ടങ്ങൾ ആവർത്തിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ച, അതിന്റെ ആവശ്യകത ജനങ്ങളുമായിട്ട് സംവദിച്ച് മണ്ഡലം കൺവെൻഷനും അതുപോലെ ലോക്കൽ കൺവെൻഷനുകളും എല്ലാം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല മണ്ഡലങ്ങൾ ഒഴിച്ചിട്ട് MP-മാർ MLA-മാരായിട്ട് വരാനുള്ള മത്സരം, അടി ഇടി ബഹളം ഇതൊക്കെയായിട്ട് പോകുന്ന കോൺഗ്രസിന് ഞങ്ങളെ നോക്കി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാനും വിലപിക്കാനും മാത്രമേ അവസരമുള്ളൂ. അതുകൊണ്ട് അവർ കരഞ്ഞു തീർക്കുക. എന്തായാലും 23-ാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി എന്നിടയ്ക്ക് ആങ്കർ എന്ന തരത്തിൽ താങ്കളൊന്ന് ഓർമ്മിപ്പിച്ചേനെ. കാരണം അതും ചിലപ്പോൾ കൈവിട്ടു പോകും. മിക്കവാറും തെരഞ്ഞെടുപ്പ് ഇവരുടെ ഇപ്പോഴത്തെ വേഗത കണ്ട് സ്ഥാനാർത്ഥിയൊക്കെ വരുമ്പോൾ 2025 അല്ലെങ്കിൽ ഈ വർഷമൊക്കെ കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടൊരു മത്സരമൊക്കെ വേണമല്ലോ, അതിനു വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ശരി 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 ശ്രീ ഷിബു മീരാൻ, പാണക്കാട് തങ്ങളൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ സാധാരണ മുസ്ലിം ലീഗുകാരൊക്കെ അത് അംഗീകരിക്കാറാണ് പതിവ്. ഇന്നലെ നൂർബിന റഷീദ് വിമർശനം ഉയർത്തുന്നത് കണ്ടു. അബ്ദുറഹ്മാൻ രണ്ടത്താണി പഴയ തങ്ങളായിരുന്നു നീതിയുക്തമായി തീരുമാനമെടുക്കുന്ന ആളെന്ന് ഫേസ്ബുക്കിൽ ഇടുന്നത് കണ്ടു, ഡിലീറ്റ് ചെയ്യുന്നത് കണ്ടു, പിന്നെ വേറെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്നത് കണ്ടു, പിന്നെ അദ്ദേഹം തുറന്ന് ചില നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് കണ്ടു. ഇപ്പോൾ തിരൂരങ്ങാടിയിൽ വേണോ താനൂര് വേണോ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ എന്ന കാര്യത്തിൽ ചർച്ച നടക്കാണ്. ഷാഫി ചാലിയത്തോട് വള്ളിക്കുന്നിൽ മത്സരിക്കുന്നോ എന്ന് ഇടത് നേതാക്കൾ അങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നു. ലീഗിൽ എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസിൽ ഇത് കാലാകാലം നടക്കുന്നതാണെന്ന് വെക്കാം. അഭിലാഷ്, 3 പേരുകൾ താങ്കൾ പറഞ്ഞു. ഒന്ന് ഒരു വനിതാ നേതാവിന്റെ പേരാണ്, അബ്ദുറഹ്മാൻ രണ്ടത്താനിന്റെ പേരാണ്. മൂന്നാമത്തേത് ഷാഫി ചാലിയത്തിന്റെ പേരാണ്. ഷാഫി ചാലിയം ഏതായാലും കുറച്ചു മുമ്പ് മാധ്യമങ്ങളോട് ഞാൻ എന്തായാലും വള്ളിക്കുന്നിലേക്ക് വരുന്നുണ്ട്, അതവിടെ പ്രഖ്യാപിക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാനായിരിക്കും എന്ന് പ്രഖ്യാപിച്ചത് ഒരു പേര് കട്ടായി. പിന്നെയുള്ളത് 2 പേരുകളാണ്. അഭിലാഷം കണ്ടതാണല്ലോ ഇന്നലെ പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് 25 സ്ഥാനാർത്ഥികളും ഫീൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാരെ വിളിച്ചിട്ട് തന്നെ അഭിലാഷ് ചോദിച്ചോളൂ, ആ സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗിന്റെ പാർട്ടി കേഡർമാരും അനുഭാവികളും മാത്രമല്ല, ഞങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ UDF സംവിധാനം കേരളത്തിന്റെ പൊതുസമൂഹം എങ്ങനെയാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്നൊരു പരിശോധന കൂടി നടത്തിക്കും. അപ്പൊ 1-2 പേരുകളിൽ ഇതാകാൻ കൂടി എന്തോ ആശയക്കുഴപ്പം മറ്റുള്ള ഒരു പ്രചരണം വേണ്ട. ഞാനിപ്പോ പേരാമ്പ്ര ഇവിടെ LDF-നെങ്ങാനും UDF-നെങ്ങാനും സ്ഥാനാർത്ഥികളില്ലാതെ പോകുമോ എന്ന് പിന്നെന്താണ് വേപത് പൂണ്ട പാർട്ടി നയിക്കുന്ന മുന്നണിയുടെ കൺവീനർ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടേക്ക് ഞങ്ങൾ നിയോഗിച്ച യുവ സ്ഥാനാർത്ഥി ഇന്ന് റോഡ് ഷോ നടത്തിയിട്ടുണ്ട്. അപ്പൊ ചോദിക്കും ആൾക്കൂട്ടം വോട്ടാവുമെന്ന് ചോദിക്കും. വടകര പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ ആൾക്കൂട്ടങ്ങൾ വെറുതെ രൂപപ്പെടുന്നതല്ല, അതിന് വോട്ടാവാൻ ശേഷിയുണ്ടെന്ന്, ആ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ കോട്ട പിളർക്കുമെന്ന് ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ഇതേ വടകരയിൽ തെളിയിച്ചവരാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോ ഒറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ അഭിലാഷ്, നമ്മളിത് പറയുമ്പോ രക്തസാക്ഷി ഗ്രാമങ്ങൾ, രക്തസാക്ഷി കുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന പയ്യന്നൂരും തളിപ്പറമ്പും ഷൊർണൂരും ഒക്കെ നൽകുന്ന സൂചനകളുണ്ട്. ഈ തൊട്ടടുത്ത ഒരു മണ്ഡലത്തിൽ ഇവർ പറഞ്ഞു ഞങ്ങൾ ജാഥയൊക്കെ നടത്തിയെന്ന് പറഞ്ഞല്ലോ. മറ്റുള്ളവർ ഏതോ ഒരു ആളുകൾ കോൺഗ്രസിലേക്കും BJP-യിലും പോയതിൽ നിഗൂഢമായ സന്തോഷം പങ്കുവെക്കുന്നുണ്ടല്ലോ. LDF-ന്റെ ജാഥ നയിച്ച മനുഷ്യൻ ആ ചുവന്ന ഷാൾ ഒരു പാർട്ടി ഓഫീസിന്റെ ചുമരിൽ തൂക്കിയിട്ട് നേരെ ഒരു സിറ്റിംഗ് MLA പോയി BJP സ്ഥാനാർത്ഥിയാവുന്നത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടി വന്നു. കോൺഗ്രസിലൊക്കെ ഇപ്പൊ കാണുന്നത് സേഫ്റ്റി വാൽവുകളിലൂടെയുള്ള കൃത്യമായ ഒരു കോൺഗ്രസിൽ എല്ലാ കാലത്തും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇത്തരം സേഫ്റ്റി വാൽവുകളില്ലാത്ത CPM-ൽ നിന്നാണ് നിരന്തരം പൊട്ടിത്തെറികളുടെ ശബ്ദം രാഷ്ട്രീയ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുന്നത് നന്നാവും എന്നാണ് ഞാൻ പറയുന്നത്. അഭിലാഷ്, ശ്രീ A. സജീവൻ, കോൺഗ്രസിലെ സേഫ്റ്റി വാൽവുകൾ ഒരു വലിയ എക്സ്പ്ലോഷൻ ഫലപ്രദമായി തടയുമോ, അതോ വരുന്ന 37 സീറ്റിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ? മത്സരിക്കാൻ താല്പര്യമുള്ള നിരവധി ആളുകളുണ്ട്, പക്ഷേ ഒരു സീറ്റിൽ ഒരാളെ മത്സരിപ്പിക്കാൻ പറ്റുള്ളൂ ഏത് പാർട്ടിക്കും. അപ്പോൾ സ്ഥാനാർത്ഥി മോഹികളുടെ ബാഹുല്യവും ഇടിയും നേരത്തെ പറഞ്ഞതുപോലെ 9 MP-മാർ തന്നെ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസിന് ഇത്തിരി സമയമെടുത്താണെങ്കിലും ഇപ്പോഴത്തെ നിലയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കാമോ? 37 സീറ്റിലും പ്രശ്നമുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പ്രഖ്യാപിക്കുന്ന പല സീറ്റിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിൽക്കും. പക്ഷെ അതേസമയത്ത് തന്നെ ഈ പറയുന്ന രൂപത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ചിലയിടത്ത് വിമതന്മാരുടെ പ്രശ്നമുണ്ട്, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ 2 കാര്യമുണ്ട്. ഈ കണ്ണൂരും കോന്നിയും അത് ഉണ്ടാക്കുന്ന പ്രശ്നം, അത് ഒരു പ്രശ്നത്തിൻ്റെ തുടക്കം മാത്രമായിട്ട് മാറും. കാരണം നേരത്തെ ഇവിടെ ഡോക്ടർ ഗോപകുമാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, MP-മാർ എന്ത് കാര്യത്തിനാണ് അവർ MLA-മാരായിട്ട് മത്സരിക്കാൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നത്? സത്യത്തിൽ ആ നിയമസഭയിലേക്ക് മത്സരിച്ചൊരു MLA ആവുക എന്നുള്ള എല്ലാവരുടെയും ലക്ഷ്യം. മന്ത്രിയാവുക എന്ന പോലെയല്ല. അവർക്കറിയാം
ഈ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കോൺഗ്രസിൽ നിന്നിട്ട് ഈ എം പി ആയിട്ട് തന്നെ മരിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് സാധ്യതകൾ ഈ തവണയില്ല അടുത്ത തവണ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇവിടെയുള്ള ലക്ഷ്യം രണ്ടുപേരുടെ, പ്രത്യേകിച്ച് കോന്നിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കും കണ്ണൂരിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കും ലക്ഷ്യം അതിനേക്കാൾ അപ്പുറത്താണ്. കാരണം അത് മന്ത്രിപദം പോലുമല്ല, മുഖ്യമന്ത്രി പദത്തിലേക്ക് വരും. ആർ ശങ്കറിന് ശേഷം ഈഴവ വിഭാഗത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായില്ല എന്ന പ്രശ്നം ഇനി തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അത് അഥവാ UDF ഭരണം കിട്ടിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നം അതാണ്. ഈ ശിവഗിരി മഠം നമ്മൾ ഇതുവരെ, എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ശിവഗിരി മഠം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന വല്ലാതെ കൈ കടത്തുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. അവർ വന്നു, പണ്ട് SNDPO ഒക്കെ സ്ഥിരമായിട്ട് ഇടപെടാറുണ്ട്. പക്ഷേ ശിവഗിരി മഠം വന്നു എന്നുള്ളത് മാത്രമല്ല, ഇനി അത് കഴിഞ്ഞാൽ VD സതീശനോട് ഇവിടെയുള്ള പല നേതാക്കന്മാർക്കുള്ള താല്പര്യം നമുക്കറിയാമല്ലോ. VD സതീശനെ പുകച്ചു കടിക്കാൻ നിൽക്കുന്ന 1, 2, 3, 4 പേരല്ല. പ്രത്യേകിച്ച് സുധാകരന് VD സതീശനായിട്ടുള്ള ഇരിപ്പ് വശം എന്താണെന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ സാധാരണ ഇതിൽ അത് ആ ഒരു ലക്ഷ്യം, കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിൽ തന്നെ എന്ന് പറഞ്ഞ രൂപത്തിൽ അതാണ് ഉള്ളത്. അതുകൊണ്ട് ഇവർ എളുപ്പത്തിൽ വഴങ്ങില്ല. ഈ 2 പേരുടെ കാര്യത്തിലും ഹൈക്കമാൻഡ് അഥവാ താഴ്ന്നു കൊടുത്താൽ പോലും താഴാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത്. പക്ഷേ അത് ഇനി അങ്ങോട്ടേക്കൊരു യുദ്ധത്തിൻ്റെ ആരംഭം എന്ന് വിജയൻ്റെ കഥ പോലെ ആ ഒരു യുദ്ധത്തിൻ്റെ ആരംഭത്തിലേക്ക് ആയിരിക്കും. കാരണം ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, UDF ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് വലിയ തർക്കത്തിലേക്ക് പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഈ വലിയ പ്രതിഷേധമുള്ള പല ആളുകളുമുണ്ട്. ആ പ്രതിഷേധമുള്ള ആളുകളൊക്കെ ആ പ്രതിഷേധം ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധി നേരിട്ട് ഫോൺ ചെയ്തിട്ട്, പലതവണ ഫോൺ ചെയ്തിട്ട് പോലും എടുക്കാതിരിക്കുന്ന ഒരു രീതി, അതൊന്നും ഈ ഒരു കോൺഗ്രസ് നേതാവ് ഇതിനിടയിൽ രാഹുൽ ഗാന്ധിയല്ല, അതിന് മുമ്പ് ഇപ്പം നെഹ്റുവിൻ്റെ കാലം മുതൽ എടുത്തു കഴിഞ്ഞാൽ പോലും ആ ഒരു മനോഭാവത്തിൽ പെരുമാറുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ അതും കണ്ടു. ആര് പോയാലും ഞാൻ അനങ്ങില്ല എന്ന രീതിയിലേക്ക് നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം വളരെ ഇതാണ്. പിന്നെ അതല്ല, എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ മത്സരിക്കുന്നത് മാത്രമല്ല, മറ്റു പല ആളുകൾ, ഇപ്പം ഈ കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത ആളായ അനുയായിയായിരുന്നല്ലോ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താനുള്ള തുടക്കം കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഈ തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ സണ്ണി ജോസഫിൻ്റെ പടമുള്ള, അദ്ദേഹത്തിന് ചിത്രമുള്ള പോസ്റ്ററുകളിൽ ഒരു തരത്തിലെ ഭീഷണി കത്തുകൾ പോലെയാണ് സണ്ണി ജോസഫിന്റെ പേരാവൂരിലെ ഫ്ലക്സുകൾക്ക് താഴെ ഈ വഞ്ചന കാണിച്ചാൽ ഇതിന് പകരം വീട്ടുമെന്ന് എഴുതുമ്പോൾ കൃത്യമായ ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. പക്ഷേ സജീവൻ അങ്ങനെ കെ സുധാകരന് മുമ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുട്ടുമടക്കുമോ? അങ്ങനെ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ, ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ 2 ആൾക്ക് വേണ്ടി ആ ഒരു തീരുമാനം മാറ്റിയാൽ എന്താണ് അതിന്റെ റാഷണൽ എന്ന ചോദ്യം വരും. എന്ന് മാത്രമല്ല, കെ സുധാകരൻ വിചാരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സാധ്യതകൾ അട്ടിമറിക്കാൻ കഴിയും എന്നുള്ളത് വസ്തുതാപരമായി നമുക്ക് നിലനിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ വാദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? കുറച്ച് പ്രവർത്തകർക്ക് ഒരു വികാരം ഉണ്ടാവും എന്നുള്ളതിനപ്പുറത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ കെട്ടടങ്ങാവുന്നതല്ലേ ഉള്ളൂ. അല്ല, സുധാകരൻ ഇടഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കണ്ണൂരിൽ പറയുന്നൊരു പേരാവൂരിൻ്റെ കാര്യം നമുക്കറിയാം. പേരാവൂരിൽ കഴിഞ്ഞ തവണ 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് സണ്ണിക്ക് ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ മത്സരിക്കുന്നത്, എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക KK ശൈലജ നമുക്ക് എഴുതി തള്ളാൻ പറ്റും. ഒരു പക്ഷേ മുഖ്യമന്ത്രി അവിടെ മത്സരിച്ചാൽ പോലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഉണ്ടായിരിക്കെ അവിടെ സുധാകരൻ ഇടഞ്ഞാൽ അവിടെയൊക്കെ ചിലപ്പോൾ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. കണ്ണൂരിൽ സുധാകരൻ സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവിടെയും സുധാകരൻ സ്വാധീനമുള്ളതാണ്. അങ്ങനെയുള്ള ചില മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിൽ മുഴുവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളം മുഴുവൻ അട്ടിമറിച്ച് കളയുന്ന സുധാകരൻ പറയുന്നത് കേട്ട് ഹൈക്കമാൻഡ് ഞെട്ടിയാൽ, അതിനനുസരിച്ച് മുട്ട് വളച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം നാളിത് ആരും പറയുന്നൊരവസ്ഥയിലേക്ക് വരും. വളരെ ഇതുവരെ കോൺഗ്രസ് ഇല്ലാത്ത രൂപത്തിൽ ഹൈക്കമാൻഡിനെ ധിക്കരിച്ചുകൊണ്ട് വളർന്നു നിൽക്കുകയാണ്. അവിടെ ഒരു ചർച്ചയ്ക്ക് പോലും പോവാതെ നിൽക്കുകയാണ്. അതൊരു വലിയ ഭീഷണിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ ഭരണം കിട്ടുമെന്നുള്ള ഒരു സാധ്യതയിലേക്ക് UDF വന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ആദ്യത്തെ ആളുകൾ എന്ന് പറയുന്നത് ഈ സീറ്റിന് വേണ്ടി പിടിവാശി കാണിക്കുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് ഹൈക്കമാൻഡ് വഴങ്ങുമോ എന്നുള്ള താങ്കളുടെ ചോദ്യം, എനിക്കൊരു തീർച്ചയായിട്ടും അങ്ങനെ വഴങ്ങിയേക്കാനുള്ള സാധ്യതയാണ് ഇങ്ങനെ ഇപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ ശരിക്കും നിർബന്ധമായിട്ടും MP-മാർ മത്സരിക്കേണ്ട എന്ന ആ തീരുമാനം ശക്തമായി പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. തീർച്ചയായിട്ടും അതൊരു പോയിന്റാണ്. ഇപ്പോൾ ശ്രീ ഡോക്ടർ ഗോപകുമാർ, നമ്മൾ ഈ ചർച്ച നടത്തിക്കൊടുക്കുമ്പോൾ ബഹ്റൈനിൽ നിന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, നിങ്ങൾ MP-മാർ അതൃപ്തിയിൽ നിന്നല്ല MP-മാർ ആർത്തിയിൽ എന്നാണ് തലക്കെട്ട് കൊടുക്കേണ്ടതെന്ന്. ജനങ്ങളുടെ വികാരമാണ് ഇവിടെ പറഞ്ഞ ഈ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ.
സ്വാമി സച്ചിദാനന്ദ ശിവഗിരി മഠത്തിന്റെ അധിപൻ 18 പേരുടെ പേരടങ്ങുന്ന കത്ത് കൊടുക്കുകയാണ്. ശിവഗിരി മഠം ഇതുവരെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. സമുദായ സംഘടനകളൊക്കെ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ടെന്നല്ലാതെ രേഖാമൂലം അവർക്ക് വേണ്ട ആളുകളുടെ ലിസ്റ്റ് കൈമാറുക എന്ന നിലയിലൊക്കെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അത് പക്ഷേ കോൺഗ്രസിനോടല്ലേ നടക്കും. ഇപ്പോൾ BJP-യോടോ CPM-നോടോ ഒരു കത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇവരെ ആക്കിക്കോളൂ എന്ന് പറയാൻ ഒരു സമുദായ സംഘടനയും ധൈര്യപ്പെടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പരിഹരിക്കേണ്ട വിഷയങ്ങൾ കോൺഗ്രസ് പരിഹരിക്കാത്തല്ലേ വിഷയം. ഇപ്പൊ കോന്നിയിലെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും സ്ഥാനാർത്ഥിമാരെ ഇന്നലെ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ക്രൈസിസിന്റെ പ്രശ്നമില്ലല്ലോ. തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുന്നില്ല എന്നുള്ളത് ഇതിങ്ങനെ ഈ ടെൻഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരാൻ ഒരു കാരണമാവുന്നില്ലേ? വൈകുന്തോറും സമ്മർദ്ദത്തിൻ്റെ ശക്തി കൂടത്തേ ഉള്ളൂ. ആദ്യമേ റെസിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം വരത്തില്ല. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ CPM-ൻ്റെ മന്ത്രിമാരെല്ലാം ഒരു സമുദായത്തിൽപ്പെട്ടവരാണ്. മറ്റൊരു സമുദായം എതിർത്തില്ലല്ലോ, ആരും കത്ത് കൊടുത്തില്ലല്ലോ. അപ്പോൾ ഈ സമ്മർദ്ദ ഗ്രൂപ്പുകളിലെ കോൺഗ്രസിനകത്തൊരു കൂടാരമാക്കി വെച്ച് അവർക്ക് ഈ സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നും അതനുസരിച്ച് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കാലങ്ങൾ കുറേയായി. പക്ഷേ അവർ തന്നെ പരസ്പരം മത്സരിക്കുകയും യുദ്ധം ചെയ്യുകയും സൃഷ്ടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ്സിന് പലപ്പോഴും കേരളത്തിൽ തോൽക്കേണ്ടി വന്നത്. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാനൊരു നല്ല അവസരം വന്നപ്പോൾ, പ്രത്യേകിച്ച് ത്രികോണ മത്സരമാണ്, ചില മേഖലകൾ അപ്രവചനീയമാണ്, ഭരണകക്ഷി ശക്തമായ നേതൃത്വവും അതിനോടൊപ്പമുള്ള പ്രവർത്തനവും MLA-മാരുടെ പ്രവർത്തനവും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രചരണ രംഗത്ത് ശക്തമായി ഇറങ്ങിയ സമയത്ത് പോലും ഇല്ല ഞങ്ങൾ എപ്പോഴിറങ്ങിയാലും ജയിച്ചോളും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അത് നല്ലതല്ല. ഈ പറയുന്ന കമ്മ്യൂണൽ ഗ്രൂപ്പ്സിൻ്റെയൊക്കെ ശക്തി എന്നേ ദുർബലമായി എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കാൻ വൈകുന്നതാണ് കാരണം. പഴയതുപോലെയൊന്നും അങ്ങനെ സമുദായത്തിനകത്ത് ഇതിന് അഭിപ്രായമൊന്നുമല്ല. ഇപ്പോൾ സുമരൻ നായർ NSS-ൻ്റെ നേതൃത്വമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന പോലെയാണോ നായന്മാരല്ല വോട്ട് ചെയ്യണത്? ഇതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളുടെ കാര്യത്തിൽ അവരൊക്കെ അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ചില മേഖലകളിലൊക്കെ സ്വാധീനിക്കാം. പക്ഷേ ഇതൊരു പ്രശ്നം വരുന്നത് എന്താ അറിയോ, നാളെ ഭരണം കിട്ടുമ്പോൾ ഇതിൻ്റെ അപ്പുറമായിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു സൂചന ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കാണും. ഞാനിവിടെ ഇതൊക്കെ പറഞ്ഞാൽ UDF-ൽ മുസ്ലിം ലീഗിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. താങ്കൾ 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാനും ആദ്യത്തെ 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും, ഇപ്പോൾ 27 കേൾക്കണം, 1-2 അപശബ്ദം വന്നു എന്നുള്ളതല്ലാതെ കൺസോളിഡേറ്റ് ചെയ്യാനും ഈ റാങ്കുകളെ കൺവിൻസ് ചെയ്യാനും അവർ ചെയ്ത അത്രയും വലിയൊരു തൃപ്തി അല്ലെങ്കിൽ സ്പീഡ് UDF-ൽ മറ്റൊരു ഭാഗവും കാണിച്ചിട്ടില്ല. സ്പീഡ് മാത്രമല്ല, നല്ല പട്ടികയാണ്. വളരെ പരിണിതപ്രജ്ഞരായ നേതാക്കളെ മാറ്റിയിട്ട് പുതിയ തലമുറയ്ക്ക് അവസരം കൊടുത്തു. വനിതകൾക്ക് കൊടുത്തു. അതെ, വനിതകൾക്കും കൊടുത്തു. 2 വനിതകൾ ലീഗ് യൂത്ത് ലീഗായ സ്ഥാനാർത്ഥി പട്ടിക കൂടിയാണ്. അതെ, അല്ല ഞാൻ പറയുന്നത് അത് നല്ല ഹോംവർക്ക് നടത്തിയത് കൊണ്ടാണല്ലോ ഡേറ്റ് വന്ന ഉടനെ ഇത് അനൗൺസ് ചെയ്യാൻ കഴിഞ്ഞത്. ഈ മറ്റ് സ്ഥാന താല്പര്യമുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാനും സാധിക്കലി തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ലീഗിൽ നിന്ന് പക്ഷെ കോൺഗ്രസ് ഒരുപാട് പഠിക്കാനില്ലേ? തീർച്ചയായിട്ടും അതാണ് ഈ വലിയ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി പഠിക്കേണ്ടതല്ലേ ഇക്കാര്യം. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇത് രണ്ടും കണ്ടതാണ്. നമ്മുടെ മുമ്പിലുള്ളത് 2011 അസംബ്ലി ഇലക്ഷനാണ്. 2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് തുടർഭരണം കിട്ടിയത്. ഇപ്പോൾ തുടർഭരണം 10 വർഷം കഴിഞ്ഞൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്ന് പൊതുവിൽ പറയുമ്പോൾ ഇത്ര ലക്ഷറി കാണിക്കാൻ പാടില്ല. അത്ര അതിന് കഴിഞ്ഞുള്ളൊരു ആത്മവിശ്വാസം അത് ജനങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അതനുസരിച്ചുള്ള പ്രവർത്തനം മാത്രമല്ല, ഈ MP-മാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത 5 കൊല്ലം ഒരുപാട് ചർച്ച ചെയ്യാൻ അവസരം കിട്ടുമെന്നാണ് എനിക്ക് ഇപ്പോഴേ തോന്നുന്നത്. തീർച്ചയായിട്ടും അതാണ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി. 1.5 പതിറ്റാണ്ടിന് ശേഷം കേരളത്തിൽ UDF-ന്റെ ബെസ്റ്റ് കേസ് സെനാരിയോ ആണ് ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങളാണ് പോൾ പൊസിഷനിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ചർച്ചകൾ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വരികയാണ്. സ്ഥാനാർത്ഥിമാർ വരാതിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ പിണറായി സർക്കാരിന്റെ ആദ്യത്തെ 4 കൊല്ലവും പ്രതിപക്ഷ പാർട്ടി പ്രസിഡന്റായിരുന്ന KPC പ്രസിഡന്റായിരുന്ന K. സുധാകരൻ രൂക്ഷമായ ഭാഷയിൽ പാർട്ടിയെ പരിഹസിക്കുകയാണ്. നമ്മളെയൊക്കെ ആര് ചർച്ചയ്ക്ക് വിളിക്കാനാണെന്നൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്ന അവസ്ഥയിലേക്ക് ഇതൊക്കെ പാർട്ടി പ്രവർത്തകരുടെ മൊറലിനെ ബാധിക്കുന്നുണ്ട്, പാർട്ടിയെ അപഹാസ്യമാക്കുന്നുണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ. ഇങ്ങനെ ഒരു തളികയിലെന്ന വണ്ണം അവസരം കിട്ടുന്ന സമയത്ത് പോലും അതിനെ ബഹുമാനിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ്? നോക്കൂ, അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കോൺഗ്രസ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അത് തന്നെയാണ് എൻ്റെ യാഥാർത്ഥ്യവും. വലിയൊരു വിശാലമായ ജനാധിപത്യ സ്വഭാവം അതിനുണ്ട്.
എതിരഭിപ്രായം വെളിയിൽ പറയാം, പാർട്ടിക്കുള്ളിൽ പറയാം. അത് പറഞ്ഞതിൻ്റെ പേരിൽ നാളെ രാവിലെ ആരും ഈ പറയുന്ന വാളെടുത്തുകൊണ്ട് ഇറങ്ങില്ല. 51 വെട്ടാൻ വേണ്ടി മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വണ്ടി വിടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് കോൺഗ്രസിൻ്റെ. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഞാൻ അടിവരയിടുന്നു. അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും പാർട്ടിക്കുണ്ട്. അത് തിരുത്തേണ്ട സമയത്ത് ലീഡർഷിപ്പ് തിരുത്തുക തന്നെ വേണം എന്ന നിലപാടാണ് എനിക്കുള്ളത്. അത് തിരുത്തുകയും ചെയ്യും. പക്ഷേ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ വയ്യ. ഒന്ന്, കെ ശൈലജയെ പേരാവൂരിലേക്ക് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. നോക്കൂ, 2006 ആരാണ് പേരാവൂർ MLA? 2006 കെ ശൈലജയാണ് MLA. എങ്ങനെയാണ് 2011 അവിടെ സണ്ണി ജോസഫ് ജയിക്കുന്നത്? സണ്ണി ജോസഫ് അവിടെ ജയിക്കുന്നത് സിറ്റിംഗ് MLA ആയ കെ ശൈലജയെ തോൽപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കെ ശൈലജ എന്തോ വലിയ പുലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ശരിയല്ല. കെ ശൈലജ എന്ന സിറ്റിംഗ് MLA അവിടെ പരാജയപ്പെടുത്തിയ ആളാണ് KPCCയുടെ പ്രസിഡന്റ്. 2, കെ ശൈലജയ്ക്ക് അന്നുണ്ടായിരുന്ന, അതായത് കോവിഡ് സമയത്തുണ്ടായിരുന്ന ഡിമാൻഡൊന്നും അല്ലെങ്കിൽ ആ ഒരു പ്രമേയൊന്നും ഇപ്പോഴില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷമാണ് CNTG റിപ്പോർട്ട് പുറത്തു വരുന്നത്, വിജിലൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആയതുമായി ബന്ധപ്പെട്ട് കോവിഡിൻ്റെ സമയത്ത് വലിയ കൊള്ളയാണ് നടന്നതെന്നും ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് കെ ശൈലജയെന്നും വളരെ കൃത്യമായി ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിതാ പിണറായി വിജയൻ കൊള്ളില്ലെങ്കിലും എന്താ, കെ ശൈലജ കൊള്ളാലോ എന്ന കണക്കിനുള്ള പ്രചരണം നടത്തണ്ട. അത് ജനം ഏറ്റെടുക്കില്ല. അതായത് സിറ്റിംഗ് MLA ആയ കെ ശൈലജ പേരാവൂരിൽ തോൽപ്പിച്ചത് സണ്ണി ജോസഫാണ്. ആ സണ്ണി ജോസഫിനെതിരെ വീണ്ടും കെ ശൈലജയെ പേരാവൂരിലേക്ക് പറഞ്ഞിടുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവർ നിലവിളിച്ചത് കൊണ്ടാണ്. 2006 പേരാവൂരും 2011 പേരാവൂരും വ്യത്യാസമുണ്ട്. മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള പേരാവൂരിലാണ് ശൈലജ തോറ്റത്. മണ്ഡല പുനർനിർണയത്തിന് മുമ്പുള്ള പേരാവൂരിലാണ് ശൈലജ സണ്ണി ജോസഫിനെ തോൽപ്പിച്ചത്. വ്യത്യാസമുണ്ട് മണ്ഡലം. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ 3 തവണയായി മണ്ഡല പുനർനിർണയത്തിന് ശേഷം കോൺഗ്രസ് മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലത്തിലാണ് ഇപ്പോൾ കെ ശൈലജ മത്സരിക്കുന്നതും. അത് വസ്തുതയാണ്. ഒരു കാര്യം ഞാൻ അഭിലാഷിനോട് ചോദിക്കട്ടെ, മണ്ഡല പുനർനിർണയത്തിന് ശേഷം കെ ശൈലജ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടോ? പരാജയപ്പെട്ടിട്ടുണ്ട്. ആരോടാ പരാജയപ്പെട്ടത്? സണ്ണി ജോസഫിനോട്. അല്ലല്ല, നിക്ക്, അതിന് ഉത്തരം പറയാം. സണ്ണി ജോസഫിനോടാണ് പരാജയപ്പെട്ടത്. അതായത് ഇപ്പോഴവിടെയുള്ള വോട്ടേഴ്സിൻ്റെ ഏതാണ്ട് 70% മിനിമം 70% വരുന്ന മുൻ വോട്ടേഴ്സ്, ആ വോട്ടേഴ്സ് വോട്ട് ചെയ്ത് അവിടെ കെ ശൈലജ വേണ്ടെന്ന് തീരുമാനിച്ചാണ്. അതേ പേരാവൂരിലേക്ക് അവർ പരാജയപ്പെട്ട അതേ പേരാവൂരിലോട്ട് അണുവിട വ്യത്യാസമില്ലാത്ത അതേ പേരാവൂരിലേക്ക് അവരെ പറഞ്ഞു വിടുന്നത് CPM അവരെ ബലിയാടാക്കുകയാണ്. അത് പാർട്ടിക്കുള്ളിലുള്ളവർക്കറിയാം, അവർക്കും അറിയാം. ഇനി അതിൽ കൂടുതൽ ഞാൻ അതിൽ വർത്തമാനം പറയുന്നില്ല. 2, ഇപ്പോൾ അരുൺകുമാർ സ്ഥിരം പറയുന്നൊരു കാര്യമുണ്ട്. എന്താ, ഞങ്ങൾ 4:30 ഞങ്ങളുടെ പട്ടിക വന്നു, 5:30 CPI പ്രഖ്യാപിച്ചു, 6:30 ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, 7:30 ഞങ്ങളുടെ റോഡ് ഷോ നടന്നു, 8:30 സ്ഥാനാർത്ഥി കൈപൊക്കി കാണിച്ചു, 9:00 സ്ഥാനാർത്ഥിയെ തിരിച്ച് റോട്ടിൽ നിന്നവർ കൈപൊക്കി കാണിച്ചു. അരുൺകുമാർ ഈ കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് അങ്ങിരിക്കണം. ഈ റിസൾട്ട് വരുന്ന ദിവസം ഉണ്ടല്ലോ, അന്ന് രാവിലെ 8:30 ഈ ബാലറ്റ് പെട്ടി എടുത്തു വെക്കും മേശപ്പുറത്ത്. ഒരു 8:45 അത് പൊട്ടിക്കും. ഒരു 9 മണിയാകുമ്പോൾ എണ്ണി തുടങ്ങും. 10 മണിയാകുമ്പോൾ നിങ്ങളുടെ സർക്കാരിന് ഇറങ്ങിപ്പോകാം. അങ്ങ് ഈ പറഞ്ഞ ടൈം ക്രോണോളജി ഉണ്ടോ, അതേപോലെ തന്നെ അങ്ങ് അരുൺകുമാർ നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാം നേരത്തെ ആയിട്ടുണ്ടോ? അപ്പൊ സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ് V അബ്ദുറഹ്മാൻ. അദ്ദേഹത്തെ താനൂരിലെ സ്ഥാനാർത്ഥിയായിട്ട് സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്തിട്ടില്ല, മത്സരിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം അടുത്ത് റോഡ് ഷോ ഒക്കെ നടന്നല്ലോ. റോഡ് ഷോ പോയിട്ട് വെറുതെ റോഡിൽ ഇറങ്ങാൻ പോലും മന്ത്രി V അബ്ദുറഹ്മാൻ തയ്യാറാവുന്നില്ല. ഇനിയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനുള്ള സീറ്റുകളുണ്ട് മലപ്പുറത്തൊക്കെ. അതിപ്പോൾ ലീഗിൽ നിന്നെങ്ങാനും ആരെങ്കിലും വന്നാൽ, ഞാൻ ചില ലീഗ് നേതാക്കളെയൊക്കെ വിളിച്ചപ്പോൾ, അതായത് സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില നേതാക്കളെയൊക്കെ വിളിച്ചപ്പോൾ CPMകാരും ഇന്ത്യൻ നാഷണൽ ലീഗുകാരും ഒക്കെ വിളിക്കുന്നുണ്ട്, ഒന്ന് സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയാണ്. സ്ഥാനാർത്ഥിമാരെ ഇപ്പൊ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാലും ഇനിയുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒരു ഹണ്ട് നടത്തേണ്ട അവസ്ഥയിലാണ് നിങ്ങളും. ഒരിക്കലില്ല. ഇപ്പൊ താങ്കൾ പലതവണ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് തിരിച്ചും മറിച്ചും ചോദിച്ചല്ലോ, MP-മാർ വന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കാര്യവും ഇത്തരത്തിലുള്ള വിലപേശൽ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും സമ്മർദ്ദ രാഷ്ട്രീയവും മുൻ KPCC പ്രസിഡന്റിന് മാധ്യമങ്ങളോട് വന്ന് വിലപിക്കേണ്ടി വന്ന സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം താങ്കൾ വീണ്ടും വീണ്ടും ചോദിച്ചു. എത്ര കൗശലപൂർവ്വമാണ് ഏത് ചോദ്യം ചോദിച്ചാലും പേരാവൂരിലെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറെ മത്സരിപ്പിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഏത് ചോദ്യത്തിനും ഒരേ ഉത്തരം പറയുന്ന KPCCയുടെ മാധ്യമ വക്താവിനെ ഞാൻ കാണുകയാണ്. അത് ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്തായാലും ശൈലജ ടീച്ചർ ഒരു മണ്ഡലത്തിൽ നിന്ന് മാറി ആ ജില്ലയിലെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറി മത്സരിക്കുന്നു.
KPCCയുടെ പ്രസിഡന്റിനെ തന്നെ തറ പറ്റിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു. അവിടെ ശക്തമായിട്ടുള്ള ഒരു മത്സരം സൃഷ്ടിക്കാൻ വേണ്ടി ശൈലജ ടീച്ചറെ തന്നെ നിയോഗിക്കുന്നു. എന്നാൽ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ മുൻ മുഖ്യമന്ത്രിയുടെ മരുമകനെ അടക്കം കൊടുത്തത് BJPക്കാണ്. അങ്ങേക്കറിയോ, ഈ കേരളത്തിൽ 4 മുഖ്യമന്ത്രിമാരാ BJPക്ക് ഉണ്ടായിരുന്നത്, അല്ല കോൺഗ്രസിനുണ്ടായിരുന്നത്. ആ കോൺഗ്രസിനുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാർ R. ശേഖർ, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി, അതുപോലെ K. കരുണാകരൻ, അതുപോലെ തന്നെ നമുക്കറിയാം AK ആന്റണി. 4 പേരുടെ മക്കളും ഇപ്പൊ BJP ആയിട്ട് മാറിയില്ലേ? ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ മരുമകൻ വരെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് വന്ന് പറയുന്നത്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം CPMന്റെ അത് ജില്ലയിൽ, സ്വന്തം ജില്ലയിൽ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറി മത്സരിച്ചത് വലിയ വിഷയമായിട്ട് എടുക്കുക. ഞങ്ങൾ ഏതായാലും കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി തർക്കത്തിന്റെ പുറകിലൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഒരേ മണ്ഡലത്തിൽ 2 പേർ പോസ്റ്റർ അടിച്ച് ഇറങ്ങിയതിനെ കുറിച്ചും വലിയ തല്ലും ബഹളം ഉണ്ടായതും ഇപ്പൊ കോതമംഗലം മണ്ഡലം, അവിടെ UDFിലെ ഘടകകക്ഷികൾ റോട്ടിൽ കിടന്ന അടിയാണ്. അപ്പൊ ഒന്ന് കാണണമെങ്കിൽ ICUയിൽ പോയി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. UDFിന്റെ ഘടകകക്ഷിയുടെ നേതാക്കന്മാരെ കാണണമെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയുടെ ICUയിൽ പോയി നോക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇതൊക്കെ അവിടെ നടക്കും. ഇവിടെ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ചില മാധ്യമ നിരീക്ഷകരടക്കം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കാണുന്നില്ല. അവസാനത്തെ 30 വർഷത്തെ ഈ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുക. അതിൽ 20 വർഷവും കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അത് ചെറിയ വ്യത്യാസം കൊണ്ടല്ല. 2006 ഞങ്ങൾക്ക് 98 സീറ്റ്, 2011 ഞങ്ങൾക്ക് 68 സീറ്റ്, 2 സീറ്റിനാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്. 2016 അത് വീണ്ടും 91, 2021 അത് 99 മാറുന്നു. അതായത് ഞങ്ങൾ ഭരിക്കുമ്പോഴെല്ലാം എത്ര മൃഗീയ ഭൂരിപക്ഷത്തോടെ 140-ൽ 90-ൽ സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ ഭരണത്തിൽ വരികയാണ്. ഇടയ്ക്ക് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ വെറും 2 സീറ്റിനാണ് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ കേരളത്തിന്റെ മനസ്സ് ഇടതുപക്ഷ മനസ്സായിട്ട് മാറി. ഈ ഭരണത്തിന് തുടർച്ച വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം, ഈ ക്ഷേമ പദ്ധതികൾക്ക് തുടർച്ച വേണം. ആ തുടർച്ച വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി നിമിഷ നേരം കൊണ്ട് ഞങ്ങൾ രംഗത്തെത്തിയപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ആദ്യ ദിവസം അരമണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതൊന്നും വലിയ കാര്യമല്ല. പണ്ട് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ, അതുപോലെ തന്നെ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ, അങ്ങ് മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴെല്ലാം, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴെല്ലാം പ്രഖ്യാപിച്ച ദിവസം സ്ഥാനാർത്ഥിയെ ഞങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് മാനസിക മുൻതൂക്കം, രാഷ്ട്രീയ മുൻതൂക്കം ഞങ്ങൾക്ക് എന്ന ഒരു വാദം ഏറ്റവും ആദ്യം എടുത്തത് UDF തന്നെയാണ്, LDF അല്ല. ആ വാദമൊക്കെ എവിടെ പോയി? 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ വാദം എവിടെ പോയി? അതുപോലെ തന്നെ നിരവധി വെല്ലുവിളി അടക്കം മാധ്യമങ്ങളോടടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം നടത്തിയിരുന്നല്ലോ. അതൊക്കെ എവിടെ പോയി എന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ അതിലേക്ക് തിരിയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പ്രഖ്യാപിച്ചാൽ മതി. ഏതായാലും ഞങ്ങൾ വികസനത്തിന്റെ പുതിയ തലങ്ങൾ സൃഷ്ടിക്കാൻ, ലോകത്ത് എവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസവും തൊഴിലും ജീവിത സാഹചര്യവും സാമൂഹ്യ സുരക്ഷയും ഈ കേരളത്തിൽ ഉറപ്പുവരുത്താൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്ന് ജനം ഒറ്റക്കെട്ടായി വിശ്വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ നവകേരള നിർമ്മിതിയുടെയും വിജ്ഞാന സമൂഹത്തിന്റെയും മുദ്രാവാക്യങ്ങളുമായി പ്രകടന പത്രികയായി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന ആ കാഴ്ച ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന, ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാരെ എല്ലാം ഹൃദയത്തോട് ചേർന്ന് സംരക്ഷിക്കുന്ന കാഴ്ചയാണ് ഈ കേരളത്തിന്റെ ഓരോ മണ്ഡലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ആരോപണവും നുണപ്രചരണവും ഈ സീറ്റ് മാറ്റവും അതുപോലെ ഒരു സ്ഥാനാർത്ഥി മണ്ഡലം മാറി മത്സരിച്ചാൽ അതെല്ലാം വലിയ വിവാദമാണെന്നൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് പ്രചരണത്തിൽ ഇറങ്ങിക്കോ. ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തിന് ജനങ്ങളുടെ പിന്തുണ വീണ്ടും കിട്ടും. ഭരണ തുടർച്ചയിലേക്ക് LDF പോകും. 110-നും മേലിലേക്ക്, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അതുക്കും മേലിലേക്ക് ഈ LDFന്റെ റിസൾട്ട് വരും. അങ്ങ് പറഞ്ഞതുപോലെ വോട്ട് എണ്ണുന്ന ദിവസം നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല. സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരിക്കും. ശരി, ശ്രീ ഷിബു മീരാൻ, ശരിക്കും അവധി ദിവസങ്ങൾ കൂടി കുറച്ചാൽ എഫക്റ്റീവ് ക്യാമ്പയിൻ ഡേയ്സ് എന്ന് പറയുന്നത് 10 ദിവസം ചില്ലറയൊക്കെയാണ്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസ്സുകാരോട് ലീഗ് അഭ്യർത്ഥിക്കുമോ, നിങ്ങൾ ഈ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ നിർത്തി പെട്ടെന്ന് കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്യും, നമുക്ക് രാഷ്ട്രീയം പറയാമെന്ന്. രാഷ്ട്രീയം പറഞ്ഞാണല്ലോ സ്വാഭാവികമായിട്ടും അപ്പുറത്തെ പക്ഷത്തെ നേരിടേണ്ടത്. നിലവിലുള്ള ഭരണപക്ഷമാണ് എന്ന് മാത്രമല്ല CPM 56 സിറ്റിംഗ് MLA-മാരെയാണ് മത്സരിപ്പിച്ചിട്ടുള്ളത്. CPI 7 സിറ്റിംഗ് MLA-മാരെ 4 മന്ത്രിമാരെ അടക്കം മത്സരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വളരെ സുപരിചിതരാണ് മണ്ഡലത്തിൽ. അവരോടാണ് പുതുതായി കളത്തിലേക്ക് വരുന്ന ആളുകൾ ഏറ്റുമുട്ടാൻ പോകുന്നത്. അവർക്ക് മണ്ഡലത്തെ അറിയാനുള്ള സമയം തന്നെ വളരെ പരിമിതമാണെന്നിരിക്കെ പൊളിറ്റിക്സ് പറയണം, അതിനുള്ള സമയം വേണം. അപ്പോൾ പെട്ടെന്ന് ഹൗസ് ഒന്ന് ഓർഡറിലാക്കാമോ എന്ന് കോൺഗ്രസിനോട് പറയേണ്ട സന്ദർഭമായോ ലീഗിന്? 2-3 മിനിറ്റ് സമയം അനുഭവിക്കണം അഭിലാഷ്. ഞാനിപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രസകരമായ ഒരു കാര്യം, ഞാൻ എന്റെ ഫോൺ ചാരി വെച്ചിട്ട് ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്.
അതിനകത്ത് കോൺഗ്രസിന്റെ ഡേ 1 മുതലുള്ള ചരിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു. ഞാൻ സജീവ മാഷോട് പറയുകയാണ്, മാഷ്ക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ കോൺഗ്രസിന് പുതിയ സംഭവമല്ല. ആദ്യ ദിവസം മുതൽ ഇതിനേക്കാൾ രൂക്ഷമായ തർക്കങ്ങളും പരസ്പരമുള്ള മത്സരങ്ങളും ഒക്കെ കണ്ടൊരു പാർട്ടിയായിരുന്നു എല്ലാ കാര്യത്തിലും കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ നിന്ന് വെള്ളക്കാരെ കെട്ടിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുകൊണ്ട് ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കോൺഗ്രസിനകത്തെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. ഉടനെ കോൺഗ്രസിന്റെ ലിസ്റ്റ് പുറത്തു വരും. ഈ പിണറായി സർക്കാരിനെയും കേരളത്തിൽ നിന്ന് ആട്ടിപ്പായിക്കാനുള്ള ജനാധിപത്യ പോരാട്ടത്തിന് കോൺഗ്രസ് അഭിമാനത്തോടെ നേതൃത്വം കൊടുക്കും. ഇവിടെ ഇപ്പൊ ഒരു സർക്കാർ അതിന്റെ വികസന നേട്ടങ്ങൾ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഇവിടെ CPM പ്രതിനിധി മറുപടി പറഞ്ഞില്ല. ഇപ്പൊ ഈ സർക്കാരിന്റെ മുഖമായി നിൽക്കുന്ന ഒരു മന്ത്രി, ഞങ്ങളുടെ ഇപ്പൊ യഥാർത്ഥത്തെ ആശയക്കുഴപ്പം, ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോ ആ കൂട്ടത്തിൽ ധാരാളം ചെറുപ്പക്കാർ കടന്നു വന്നു, യുവതികൾ വന്നു. ആ കൂട്ടത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ ഏറ്റവും ജൂനിയറാണ് ഞങ്ങളുടെ അനുജൻ നവാസ്. നവാസിനെ ഞങ്ങൾ പറഞ്ഞയച്ചത് താനൂരേക്കാണ്. അവിടെ താനൂരിൽ CPM-ന്റെ ഒരു മന്ത്രിയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പ്രതീക്ഷിച്ചു. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. അവിടെ CPM-ന് ആ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കും, അദ്ദേഹം ആ മണ്ഡലം മാറ്റിത്തരണം, മറ്റങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം എന്ന് ആവശ്യപ്പെട്ടുണ്ട്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ കഥ അഭിലാഷ് തന്നെ പറഞ്ഞു, ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. കേരളം, നമ്മൾ ഈ പഴയ കണക്കുകളിലേക്ക് ഒന്നും പോകണ്ട. നമ്മൾ ഈ 2001 മുതലുള്ള കണക്കുകൾ കാണാപ്പാടം പഠിക്കുന്ന ഇതേ കേരളത്തിലാണല്ലോ ഇവര് തന്നെ ഡീലിമിറ്റേഷൻ നടത്തി, ഇവരുടെ തോന്നിയാസം വാർഡ് മുറിച്ച് ആഴ്ചകൾക്കപ്പുറത്ത് അഭിലാഷ് കേരളത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഞങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് നിങ്ങൾ ആരെങ്കിലും പ്രവചിച്ചൊരു തെരഞ്ഞെടുപ്പാണോ അത്? ഞങ്ങൾ എത്ര ഉജ്ജ്വലമായ നേട്ടമാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ളത്. ആ മനുഷ്യർ തന്നെയാണ് ഈ പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പിൽ പോകാൻ പോകുന്നത്. അതേ രാഷ്ട്രീയ കാരണങ്ങൾ, അതേ ഭരണക്കെടുതികൾ, അതേ ജീവിത ദുരിതങ്ങൾ കുറെ കൂടി തീക്ഷ്ണമായി കേരളത്തിലെ മനുഷ്യന്റെ മനസ്സിൽ, അവരുടെ വീടകങ്ങളിൽ, അവരുടെ വീട്ടുമുറ്റങ്ങളിൽ ഉള്ളയിടത്തോളം ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ആശയക്കുഴപ്പത്തിൽ മാത്രമാണ് CPM പ്രതീക്ഷ അർപ്പിക്കുന്നതെങ്കിൽ എനിക്ക് അവരോട് സഹതാപമാണ്. ഒരു സംശയവും വേണ്ട. മെയ് മാസം 4-ാം തീയതി കേരളം കാണുന്നത് പുതിയുഗ പിറവിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അവിടെ ഞങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയട്ടോ അഭിലാഷ്, മലപ്പുറം, എറണാകുളം, കോഴിക്കോട് ഈ 3 ജില്ലകളിൽ നിന്ന് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്ന 90+ നേർ പകുതിക്കടുത്ത സീറ്റുകൾ 40 ഞങ്ങളുടെ നമ്പർ കിടക്കും ഈ 3 ജില്ലകളിൽ. പേരാമ്പ്ര ഇവരുടെ മുന്നണി കമ്മിയുണ്ട മണ്ഡലം ഞങ്ങൾ ജയിക്കാൻ പോവാണ്. കുറ്റ്യാടി ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോവാണ്. കോഴിക്കോട് സൗത്ത് ഞങ്ങൾ ജയിക്കാൻ പോവാണ്. കോൺഗ്രസിന് 5-ലേറെ MLA-മാർ, 5-നടുത്ത് MLA-മാർ ഏറ്റവും ചുരുങ്ങിയത് കോഴിക്കോട് ഉണ്ടാവും. കോഴിക്കോട്ട് ഞങ്ങൾ 10+ ആണ്. മലപ്പുറത്ത് 100/100 ആണ്. എറണാകുളത്ത് 100/100 ആണ്. അവിടെ തന്നെ ഞങ്ങൾ 40 കടന്നു. പിന്നെ 10-50 എണ്ണം എവിടെ നിന്ന് വേണം എന്ന ആലോചനയിലാണ്. ആർക്കും തകർക്കാൻ പറ്റാത്ത അചഞ്ചലമായ ആത്മവിശ്വാസത്തോടെയാണ് അഭിലാഷ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശരി, 3 ജില്ലകളിൽ നിന്ന് മാത്രം 40 കടക്ക് നിർമ്മിച്ച പോലെ ആയിപ്പോയി. സതീശനൊക്കെ ജയിച്ചു പോകും. ഈ മനുഷ്യരെ എന്താണ് ഈ അതായത് VD സതീശൻ പത്രസമ്മേളനത്തില് ശ്രീ VD സതീശൻ പത്രസമ്മേളനത്തിൽ ചൂരൽമല മുണ്ടക്കയിൽ 330 വീട് 1/2 സെക്കൻഡ് കൊണ്ട് നിർമ്മിച്ചതുപോലെയായി. ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇപ്പൊ തന്നെ 3 മണ്ഡലത്തിൽ നിന്ന് 50 സീറ്റ് ഒപ്പിച്ചത്. അവിടെ മനുഷ്യർ താമസിക്കുന്നുണ്ട്. എന്നാ 50 ആക്കട്ടെ, 70 ഇപ്പൊ തന്നെ ആക്കിക്കോ. നിങ്ങൾ കേരളത്തെ പഠിക്കുവാണോ? ശരി, മനുഷ്യർക്ക് താമസിക്കാൻ കഴിയുന്നുണ്ടോ? താമസിക്കാനല്ല വീട് പണിത്. എത്ര കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുള്ള പണിപൂർത്തിയാക്കിയിട്ടാണ് ജനങ്ങളല്ലേ വോട്ട് ചെയ്യേണ്ടത്. അവിടെ എല്ലാവരും സന്തോഷത്തോടെ താമസിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. ഇട്ട കല്ലിന്റെ കല്ലിട്ടോന്നാ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാം. ചർച്ച ഡൈവേർട്ട് ചെയ്യണ്ട. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യേണ്ട ആളുകൾ. അവരാണ് ഇക്കാര്യത്തിൽ പരമാധികാരികൾ. ശ്രീ എ സജീവൻ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആയിരുന്നു. LDF-നെ സംബന്ധിച്ച് LDF-ന് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവര് കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സിറ്റിംഗ് MLA-മാരെ, പരമാവധി സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുന്നുണ്ട്. ജയം ഉറച്ച സീറ്റുകളിലല്ലാതെ അവർ ജയസാധ്യതയുള്ള MLA-മാരെ മാറ്റിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ LDF-നെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പ്രശ്നം പഠിക്കാനും അല്ലെങ്കിൽ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വേണമോ മനസ്സിലാക്കാൻ? UDF-നെ സംബന്ധിച്ച് നേരത്തെ ഡോക്ടർ ഗോപകുമാർ പറഞ്ഞതുപോലെ അമിതമായ ആത്മവിശ്വാസവും എന്തായാലും ജയിക്കും, അതുകൊണ്ട് മന്ത്രിയാവണം എന്ന തോന്നലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുമോ? എന്ത് തോന്നുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള ഈ നേട്ടം, അത് സത്യത്തിൽ അത് UDF നേതാക്കന്മാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ പഠിക്കുകയായിരുന്നു വേണ്ടത്. പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ആ നേട്ടം വെച്ചുകൊണ്ട് ഞങ്ങളിതാ ജയിച്ചു പോയി നിയമസഭയിലേക്ക്. ഇപ്പോൾ ഇവിടെ ഷിബു മീരാൻ പറഞ്ഞ പോലെ ഇത്രയും സീറ്റ് ആയിക്കഴിഞ്ഞു. ഒരു പക്ഷേ 140-ന് പുറത്തേക്ക് എണ്ണുന്ന ഒരവസ്ഥ വരുമെന്ന് അറിയില്ല. അപ്പോൾ അത് സത്യത്തിൽ വേണ്ടത് ഈ ഒരു അപകടം ഉണ്ടാവാത്ത രൂപത്തിൽ ഭരണം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ UDF-ന് ഭരണം കിട്ടുന്നതിന് ആരും എതിരല്ല.
UDFിൻ്റെ ഭരണം കിട്ടാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയെടുത്തിട്ട് പക്ഷേ ഇപ്പോഴും ഈ പ്രശ്നം തീർക്കാൻ പറ്റാതെ നിൽക്കുന്നിടത്താണ് പ്രശ്നം. ഷിബു മീരാൻ പറഞ്ഞ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എത്രയോ കാലമായിട്ടുണ്ടാകുന്നതാണ്, അത് പരിഹരിക്കപ്പെട്ട ചരിത്രമുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാം. ഗുലാം നബി ആസാദ് എന്ന് പറയുന്ന കാശ്മീരുകാരനായ നേതാവിനെ കേരളത്തിലെ ജനത അറിയുന്നപ്പോഴാണ്. കേരളത്തിലെ പ്രശ്നങ്ങൾ, കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് അക്കാലത്തെ ലീഗ് നേതൃത്വം ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ട് ഇവിടെ വന്ന് ഇവരുടെ ഈ അടികൊണ്ടെല്ലാം നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഗുലാം നബി ആസാദ് ഇവിടെ വരാറുള്ളത്. അങ്ങനെയാണ് കേരളത്തിലെ ആളുകൾക്ക് ഗുലാം നബി ആസാദ് പരിചിതനായി തീർന്നത്. ഇത് വീണ്ടും ആവരുത്. ഏത് പ്രധാനമന്ത്രി വരുമ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴത്തെ പ്രശ്നം കേന്ദ്ര നേതൃത്വത്തിന് പോലും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമെന്ന് പറയുന്നത് അതിനെ ഒന്നുകൂടി പ്ലസ് ഇട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവർ കണക്കുകൂട്ടിയില്ല. അതാണ് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ അടികൂടിയാലും സീറ്റ് കിട്ടും എന്ന ഒരു ധാരണ, ഭരണവിരുദ്ധ വികാരം എന്നത്, ഭരണവിരുദ്ധ വികാരം പണ്ടൊക്കെ ഒരു മുന്നണിയിലേക്കായിരുന്നു പോയിരുന്നത്. നമുക്കറിയാമല്ലോ, UDFിൻ്റെ കാലത്തുണ്ടാവുന്ന ഭരണവിരുദ്ധ വികാരം LDFിലേക്കും, LDFിന് കിട്ടുന്ന LDFിൻ്റെ കാലത്തുണ്ടാവുന്ന ഭരണവിരുദ്ധ വികാരം UDFിനും അനുകൂലമായിട്ട് പോകുമായിരുന്നു. ഇപ്പോഴതല്ല. ഇപ്പോൾ BJP 3% മുതൽ ഒരു 6-7% വരെ, 6-7 എന്ന് പറയുന്നത് അപൂർവ മണ്ഡലങ്ങളിൽ മാത്രം അങ്ങനെ ഉണ്ടായിരുന്ന BJP ഇപ്പോൾ എവിടെ എത്തിയെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ 4-5 സീറ്റുകളുണ്ടെന്ന് BJPക്കാരല്ലാത്ത ആളുകളും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ ഈ ഭരണവിരുദ്ധ വികാരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മറിയാം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മൊത്തം ഭരണം മോശമാണ്, ഈ 10 കൊല്ലം കൊണ്ട് ആകെ തകർന്നു പോയി എന്നൊക്കെ വിചാരിക്കുമ്പോഴും തിരിച്ചടി ഉണ്ടാകും. വേറൊരു കാര്യം, 2021 ഷിബു മീരാനൊക്കെ ഓർക്കേണ്ടത്. 2021 ഇതേപോലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലേ? ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് എന്താ ഉണ്ടായത്? 8 സീറ്റ് കൂടുതൽ കിട്ടി LDFിന്. അതിന് കാരണം എന്താ അറിയോ? അത് തന്ത്രപരമായിട്ട്, അവിടെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, തന്ത്രപരമായിട്ട് പിണറായി അത് ഡീൽ ചെയ്തു. ലീഗിന് തന്നെ കിട്ടിക്കൊണ്ടിരുന്ന EK വോട്ടുകളിൽ നല്ല വിഷയം നമുക്കറിയാമല്ലോ. ഉമർ ഫൈസി മുക്കം അദ്ദേഹം പരസ്യമായിട്ട് മുഖ്യമന്ത്രി പങ്കെടുത്ത മീറ്റിങ്ങിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയോട് സ്നേഹമാണ്, ഞങ്ങൾക്ക് LDFിനോട് വിരോധമില്ല എന്നൊക്കെ പറയുന്നൊരവസ്ഥയുണ്ട്. അതവർ തന്ത്രപരമായിട്ട് എടുത്തതാണ്. അതിനനുകൂലമായിട്ട് ലീഗിനെ തള്ളിക്കൊണ്ട് അവർ EK വിഭാഗത്തിനോടൊപ്പം നിന്നു. ഇത്തരത്തിലൊക്കെ ഉണ്ടാവും തന്ത്രങ്ങൾ. ഇപ്പോൾ ഇവിടെ ഇത്രയും സിറ്റിംഗ് MLAമാരെ മത്സരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യത ഭരണവിരുദ്ധ വികാരം തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അതിന് പകരം പരിചിത മുഖങ്ങളെ കൊണ്ടുവരുന്നു. അപ്പോൾ വലിയ പ്രചരണത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതിനെയൊക്കെ മറികടക്കുന്ന രൂപത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു. LDFിൽ, പ്രത്യേകിച്ച് CPMൽ G. സുധാകരൻ മുതൽ കുഞ്ഞികൃഷ്ണൻ വരെയുള്ള ആളുകൾ ഇങ്ങനെ നിരനിരയായിട്ട് പോകുമ്പോൾ അതൊക്കെ അവരോട് ഉയർത്തുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അതിനെ തകർക്കുന്നുണ്ട് എങ്കിൽ അതിന് ഏക കാരണം കോൺഗ്രസിലെ പ്രശ്നമാണ്, ലീഗിലെ പ്രശ്നം ഞാൻ പറയുന്നില്ല. ലീഗുകാരെപ്പോഴും ഈ പ്രശ്നം കൊണ്ട് നിങ്ങൾ ഈ അടി നിർത്തുമെന്ന് എത്രയോ തവണ പറഞ്ഞ് ഷിബു മീരാൻ ഓർമ്മയുണ്ടാവുമല്ലോ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായാൽ പ്രശ്നമില്ല. 2010 ഒറ്റ കാര്യം പറയാം, 2016 രാവിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞ് നിങ്ങൾ ഈ അടി തൽക്കാലം നിർത്ത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ അടി തമ്മിൽ തന്നെ ഞാൻ കണ്ടിരിക്കാം. ഇതേ നവയുഗ യാത്രയുടെ അന്ന് തിരുവനന്തപുരത്ത് വെച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞെന്താണ്? ഒറ്റ മോഹിനിയാട്ടം വേണ്ടാന്നല്ലേ, സംഘനൃത്തം ചെയ്യാനല്ലേ. ഇപ്പോൾ സംഘനൃത്തമാണോ ഉള്ളത്? അപ്പോൾ മോഹിനിയാട്ടമാണ്. ഡൽഹിയിൽ ഓരോ മുറിയിലിരുന്നിട്ട് കൊണ്ടുള്ള മോഹിനിയാട്ടം നമ്മൾ കാണുന്നത്. ഇതാണ് പ്രശ്നം. അതൊരു പ്രശ്നമാണ്. അവിടെ ഡോക്ടർ ഗോപകുമാർ, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഭരണവിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യത കൂടി അവിടെ നിൽക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചും UDFിനെ സംബന്ധിച്ചും പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബേസ് ഉണ്ട്, പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടി വഴിയൊക്കെ ഒരു വെൽഫെയറിസം ഒക്കെയാണ് പുഷ് ചെയ്യുന്നത്. പക്ഷേ വെൽഫെയറിസത്തിൽ നേരത്തെ തന്നെ ലെഫ്റ്റ് ചാമ്പ്യന്മാരാണ്. അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഞങ്ങൾ പെൻഷൻ കൊടുത്തിട്ടുണ്ട്, ഇനിയും കൂട്ടിക്കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ വെൽഫെയർ മെഷേഴ്സാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും UDFിനെ സംബന്ധിച്ചും
സംബന്ധിച്ചും സർക്കാരിന്റെ അക്കിലസ് ഹീലിലേക്ക് കമ്പ് ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ടോ? അങ്ങനെയുള്ള പൊളിറ്റിക്കൽ വിഷയങ്ങൾ മുൻനിർത്തി സർക്കാരിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ധാരാളം PR-നുള്ള സമയം കിട്ടി, അത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് വരെ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യേണ്ട സമയത്ത് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നമ്മൾ അഭിലാഷ് ഇപ്പോൾ ചോദിച്ച സജീവനും പറഞ്ഞതൊക്കെ. കാരണം പബ്ലിക് റിലേഷൻസ് എക്സസൈസിൽ ഭരണകക്ഷിക്ക് ഭരണമുന്നണിക്കുണ്ടായ മുന്നേറ്റം അത് വളരെ വളരെ വ്യക്തമാണ്. മറിച്ചൊരു കൗണ്ടർ നറേറ്റീവ് സൃഷ്ടിക്കാൻ UDF കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, BJP ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഷെയർ കൊണ്ടുപോകുന്നു. അത് സത്യമാണ്. പക്ഷേ UDFന് അപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകമുണ്ട്, അതിവിടെ ആരും പറഞ്ഞില്ല. സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ UDFന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് നമുക്കറിയാം. ഞാൻ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ അഭിലാഷിനത് കാര്യം മനസ്സിലായി അല്ലേ? അപ്പോൾ വളരെ വ്യക്തമാണ് മൈനോറിറ്റി കൺസോളിഡേഷൻ ശക്തമായി UDFന് അനുകൂലമായി തെരഞ്ഞെടുപ്പിലുണ്ട്. അതെ, ആ ഫാക്ടർ നിൽക്കുകയും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു നല്ല പങ്ക് കിട്ടുകയും ചെയ്യുമ്പോൾ അത് മെജോറിറ്റിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, ആ സിദ്ധാന്തം അവർ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷേ അതോടൊപ്പം അനുദിനം ഈ വഴക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യം വരികയും 2021 തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അന്ന് കോവിഡിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഗവൺമെൻറ് നടത്തിയ നല്ല കാര്യങ്ങൾ അത് കൊണ്ടുവന്ന ഒരു ഫീൽ ഗുഡ് ഫാക്ടറിനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോഴും UDFിലെയും കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലടിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അത് നേതാക്കന്മാരുടെ പേര് പറയുന്നില്ല. അങ്ങനെ ആ സമയത്ത് പലരും ചോദിച്ചു, ഇങ്ങനെ വഴക്കൂടുന്ന ആൾക്കാർക്കാണോ ഇത്രയും പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ ഭരണം കൊടുക്കേണ്ടത്? അപ്പോൾ ഇത് എന്നാ ഇത് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഭരണം കിട്ടാൻ അവസരം വരുന്നത്. അപ്പോഴും ഇത് തന്നെയാണ് തുടരുകയാണെങ്കിൽ വാസ്തവത്തിൽ അതിൽ നിന്ന് നമുക്ക് എന്താ റീഡ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നുകിൽ നിങ്ങൾ ജനങ്ങളെ യു ആർ ടേക്കിംഗ് ദം ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കോട്ട് കിട്ടും, സോഷ്യൽ എഞ്ചിനീയറിംഗ് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള ആ ഒരു അതിര് കവിഞ്ഞ ആത്മവിശ്വാസമാണ്. അത് അപകടം ചെയ്യും. സാധാരണഗതിയിൽ സോഷ്യൽ എഞ്ചിനീയറിങ്ങും ആൻറ്റി ഇൻകംബൻസിയും കൂടി ചേർക്കുമ്പോൾ UDFന് അനുകൂലമായൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഓരോ ദിവസവും കഴിയും തോറും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴും ഈ വഴക്ക് ഹൈക്കമാൻഡ് കൊണ്ടുവരുന്ന വഴക്കല്ല, അകത്തുള്ള നേതാക്കന്മാരെ വഴക്കാണ്. അല്ല, ആ വഴക്കിന്റെ ഒരു പ്രാഥമികമായ കാര്യം ഇപ്പോൾ കോൺഗ്രസ് കുറേ നാളുകളായിട്ട് ലീഡർമാരെ, പാർലമെന്ററി പാർട്ടി ലീഡർമാരെ തെരഞ്ഞെടുക്കുന്ന MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്നെ അനുകൂലിക്കുന്ന MLA-മാർ മാക്സിമം വരണം എന്ന താല്പര്യത്തിലുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടായിരിക്കില്ല ഇത്രയും അധികം പേര് ക്ലിയർ ചെയ്യാൻ സമയമെടുക്കുന്നത്. അത് രമേശ് ചെന്നിത്തല ഒരു ഫോൺ സംഭാഷണത്തിനിടെ ആനുഷംഗികമായി പറയുന്നത് ടെലിവിഷൻ ക്യാമറകളിൽ പതിയെ ചെയ്തു. വസ്തുതയാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് അതിലുള്ള തർക്കത്തെക്കാളേറെ സുധാകരൻ്റെയും അടൂർ പ്രകാശിൻ്റെയും താല്പര്യങ്ങൾ അതിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. മറ്റേത് അഭിലാഷ് പറഞ്ഞ് സമ്മതിച്ചു, വളരെ ശരിയാണ്. ഇത് തന്നെയാണ് 2021 പരസ്പരം തോൽപ്പിച്ചതാണ് തോൽവിയുടെ ആഘാതം കൂട്ടാൻ കാരണം. ഇപ്പോഴും ആ സംഗതി അവിടെ നിൽക്കുന്നുണ്ട്. ആയിക്കൊള്ളട്ടെ, സതീശൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിർബന്ധമൊന്നുമില്ല ഭരണം കിട്ടണമെന്ന്, ഞാനങ്ങ് വനവാസത്തിന് പൊയ്ക്കാളാമെന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മത്സരത്തിനില്ല എന്ന്, അകത്തുള്ള കുടിപ്പകയ്ക്കില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന അതല്ലല്ലോ. ഈ 2 MP-മാർ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള വാശിയിൽ ഹൈക്കമാൻഡിനെ വരുതിക്ക് വരുത്തുന്നൊരു സാഹചര്യം. അപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം വളരെ നെഗറ്റീവാണ്. ഇത് മാധ്യമങ്ങൾ ഇത്രയും ചർച്ച ചെയ്യുന്ന പൊതുവീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ മനഃശാസ്ത്രം മാറാൻ അധികം സമയം വേണ്ട. അതെ, രാഷ്ട്രീയത്തിൽ ഒരു ദിവസമോ 2 ദിവസമൊക്കെ തന്നെ ദീർഘമായ കാലയളവാണ് എന്നുള്ളത് കൂടി പരിഗണിച്ചു. ചർച്ച അവസാന മിനിറ്റുകളിലാണ്. ശ്രീ വസന്ത് തെങ്കുംപള്ളി, ഇപ്പോൾ സമയം 8:24. ചർച്ച തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ 37 പേരുടെ അടുത്ത പട്ടിക വരും എന്നാണ്. പക്ഷെ ഇതുവരെയും വന്നിട്ടില്ല. രാത്രിയാവാണ്. പലയിടത്തും ആളുകൾ ഇനി കുറച്ച് ദിവസമല്ലേ എന്ന് കരുതി ഫ്ലക്സ് ഒക്കെ അടിച്ചു വെക്കുന്നുണ്ട്. ഒരു മണ്ഡലത്തിൽ എത്ര പേർക്ക് ഫ്ലക്സ് അടിച്ച് വെക്കാൻ പറ്റുമെന്നുള്ള പ്രശ്നമുണ്ട്. ഇനിയും ഇത് നീട്ടണോ? അല്ല, VS അച്യുതാനന്ദൻ സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് പോലെ 1 ഡസൻ കേസുകൾ CPM-ൽ വിമത ശബ്ദം കേൾക്കുന്നതിന് മുമ്പാണ്. അങ്ങനെ ഒരുപാട് തവണ CPM-ലും ഇടതുപക്ഷത്തുമൊക്കെ ഈ വിമത ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. MP-മാർ മത്സരിക്കുന്ന കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഞാനിരിക്കുന്ന കോട്ടയത്ത് തൊട്ടപ്പുറത്ത് പാലായി മത്സരിക്കുന്ന ജോസ് കെ മാണിയാണ് എന്നുകൂടി അരുൺകുമാർ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി
ലോക്സഭയെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജ്യസഭ പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിയമസഭ തോറ്റു കഴിയുമ്പോൾ വീണ്ടും രാജ്യസഭയിൽ നിന്ന് വീണ്ടും നിയമസഭ. ഈ മറ്റേ മോട്ടുമൊയിലിന് വഴി കാണിക്കുക എന്ന് പറയുന്ന പോലെ പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആൾ നിങ്ങളുടെ മുന്നണിയുടെ ഒന്നാമത്തെ നേതാവാണ്. അപ്പോൾ അവിടെയാണ് കോൺഗ്രസിൽ എം പിമാർ മത്സരിക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത്. എന്നാൽ മത്സരിക്കണമെന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ജനാധിപത്യ പാർട്ടിയാണ്, അവർക്കത് പറയാം. അത് ഡിസ്കസ് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യേണ്ടതായി വരും. കാര്യം എല്ലാം പ്രധാനപ്പെട്ട നേതാക്കളാണ്. അത് തീരുമാനിച്ച ശേഷം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അഭിലാഷ്, ഒരു കാര്യം, ഞങ്ങൾ സ്ഥാനാർത്ഥി വരാൻ വേണ്ടി നോക്കി നിൽക്കുന്ന, സ്ഥാനാർത്ഥി വന്ന ശേഷം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാം എന്ന രീതിയിൽ നോക്കി നിൽക്കുന്നവരല്ല. എല്ലാ മണ്ഡലങ്ങളിലും വളരെ കൃത്യമായി UDF തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു. ഞങ്ങൾ ഭവന സന്ദർശനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി ആരായാലും ഇത്തവണ X or Y സ്ഥാനാർത്ഥി എന്നുള്ളതിന് യാതൊരു ഫാക്ടറുമില്ല. അങ്ങേക്ക് അറിയാമല്ലോ, ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി ആരെ പ്രഖ്യാപിച്ചാലും പ്രശ്നമില്ല. ഏത് സ്ഥാനാർത്ഥി വന്നാലും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി UDF പ്രവർത്തകർ ഒന്നായി തെരുവിലിറങ്ങും, ഒന്നായി അവർ വീട് കയറും. അങ്ങനെ ഈ നശിച്ച ഗവൺമെന്റിനെ, ഈ മുടിഞ്ഞ ഗവൺമെന്റിനെ ജനം ആഗ്രഹിക്കുന്നത് പോലെ പടിയടച്ച് പിണ്ടം വെക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത് അധികം വൈകാതെ സാധിക്കുകയും ചെയ്യും. അതിൽ അണുവിട പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ശരി, അരുൺകുമാർ, ചെറിയൊരു മറുപടി നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, താങ്കൾ എത്ര ചോദ്യം ഈ 37 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതുമായിട്ട് ചോദിച്ചാലും അദ്ദേഹം നേരെ പോകുന്നത് CPM-ലേക്കും LDF-ലേക്കുമാണ്. ആയിക്കോട്ടെ അഭിലാഷ, ഒറ്റ പ്രശ്നമേ ഉള്ളൂ. കോൺഗ്രസിന്റെ 37 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. BJP-യുടെ ആണെങ്കിൽ പകുതിയിലധികം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. ഈ പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിമാർ BJP-യുടെ പട്ടികയിൽ ഉണ്ടാകുമോ? BJP പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് പട്ടികയിൽ ഉണ്ടാകുമോ? രണ്ട് പട്ടികയിലും ഇടം പിടിച്ച എത്ര പേരുണ്ടാകും എന്ന കാര്യത്തിൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുള്ളൂ. അത് തന്നെയാണ് കോൺഗ്രസ് മാധ്യമ പ്രവർത്തകർക്കും കോൺഗ്രസ്സുകാർക്കും സംശയം. ആ സംശയം എത്ര നിങ്ങൾ മാറ്റി വെച്ചാലും 2-3 ദിവസം കൊണ്ട് മറ നീക്കി പുറത്തു വരും. ഇപ്പൊ ഇവിടെ കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ച ആളാണ് BJP സ്ഥാനാർത്ഥി. കോൺഗ്രസിന് വേണ്ടി ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ വന്ന് തൃക്കാക്കര വന്ന് ഇപ്പൊ NDA സ്ഥാനാർത്ഥിയാണ്. അത്ര ആവേശത്തിൽ അതുകൊണ്ട് എത്ര പാനലിൽ ആ രണ്ടിലും ഇടം പിടിക്കുമെന്ന ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് വെളുത്ത പുക കാണുമെന്ന് എത്ര ചോദ്യം ചോദിച്ചാലും അദ്ദേഹം നേരെ പേരാവൂർക്ക് പോകും, CPM-നെ ആക്രമിക്കും. ഞാൻ ചോദിക്കട്ടെ, വെളുത്ത പുക എന്തെങ്കിലും വരുമോ? 23-ന് മുമ്പ് കോൺഗ്രസിന്റെ വെളുത്ത പുക വരുമോ എന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രൂപത്തിൽ എനിക്ക് കൗതുകമുണ്ട്. വെളുത്ത പുക വരുമോ? ശരി, എന്തായാലും CEC സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വരുന്ന 1-2 മണിക്കൂറിനുള്ളിൽ വെളുത്ത പുക ഉയരുന്നു എന്ന പ്രതീക്ഷയിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.